എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജയ്ബി. ഞാൻ ഇവിടെ പഠിക്കുന്നതിന് മുമ്പ് സ്മൃതി സ്കൂളായിരുന്നു എൻ്റെ ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് ഇവിടെ വരുന്നതിന് മുമ്പ് പല പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ പറഞ്ഞതിനൊന്നും തീരില്ല. ഇവിടെ വന്ന് ഹിന്ദു ടീച്ചർ, രൂപ ടീച്ചർ, അങ്ങനെ എല്ലാ ടീച്ചർമാരും പേരെടുത്തോണ്ടായാലും മറന്നൊക്കെ എനിക്ക് പ്രശ്നമായിരുന്നു. ഇവിടെയുള്ള എല്ലാ ടീച്ചർമാരും അവരുടെ ഒരു സ്പെഷ്യൽ കെയറും പിന്നെ അവരുടെ ഒരു അമ്മമാരെപ്പോലുള്ള ഒരു സ്നേഹവും ഒക്കെയാണ് എനിക്കൊരു വഴിത്തിരിവായി മാറിയത്. പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഒരു ധൈര്യം കിട്ടിയത് ഇവിടെ നിന്നാണ്. പിന്നെ ഇവിടെ നമ്മളൊരു മുന്നേറ്റമാണ്. മുന്നേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മുടെ അച്ഛനമ്മമാർ നമ്മുടെ മക്കൾക്ക് ഒരു കുറവുണ്ട്. എന്ത് കുറവായിക്കോട്ടെ, കുറവുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും പൊതുസമൂഹത്തിലേക്ക് അവരെ പോകാൻ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. ഒന്നാമത്തെ കാര്യം, മറ്റുള്ളവർ നമ്മുടെ മക്കളെ നോക്കുകയാണല്ലോ, അവരോട് എന്ത് പറയും, എങ്ങനെ പറയുമെന്നുള്ളത്. പക്ഷെ അതിനെ നമ്മൾ ഫേസ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ശരിയാണ്, എൻ്റെ മോനോ എൻ്റെ മോൾക്കോ ഒരു കുറവുണ്ട്, സമ്മതിച്ചു. അത് ദൈവം എനിക്ക് തന്നൊരു സമ്മാനമായിട്ട് നമ്മൾ എടുത്തിട്ട് ധൈര്യം കൂടുമ്പോൾ നെഞ്ചു പിരിച്ച് അവരെ കൊണ്ട് നമ്മൾ പുറത്തേക്ക് പോകണം. അല്ലാതെ എൻ്റെ മോന് എൻ്റെ മോൾക്ക് കുറവുണ്ട് എന്ന് പറഞ്ഞ് അവരും ഒരു വീട്ടിനകത്ത് അടഞ്ഞിരുന്നതിൻ്റെ ജീവിതകാലം മുഴുവൻ അങ്ങനെ അടഞ്ഞിരിക്കുന്നുണ്ടാവുള്ളൂ. അവരെ നമ്മൾ കേപ്പബിൾ ആക്കല്ലേ വേണ്ടത്. അവരും എല്ലാവരെയും പോലെ ഒരു എക്സ്ട്രാ ഓർഡിനറി കുട്ടിയായിട്ട് വളർന്നു വരികയല്ലേ വേണ്ടത്. അപ്പോൾ ഈ നാട്ടിൽ ഉള്ള എന്തൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ശരിയാണ്. ഓരോ കുട്ടികളും ഡിഫറെൻ്റ് ആണ്. ഓരോ കുട്ടികൾക്കും പരിമിതികളുണ്ട്, പല രീതിയിൽ, പല ശൈലിയിലും. പക്ഷെ ആ പരിമിതികളെയൊക്കെ അഭിമുഖീകരിക്കാൻ അവൾ പഠിക്കുന്നത് അവളുടെ വീട്ടിൽ നിന്നാണ്. പൊതുസമൂഹം അവളെ നോക്കിയിട്ട് അവളുടെ കുറവുകളെ പറ്റി പറയുമ്പോൾ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ധൈര്യമാണ് അവൾക്കും മറ്റ് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഏറ്റവും വലിയൊരു ഘടകമാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും വിഷമിക്കുന്നതും സങ്കടപ്പെടുന്നതും ഒരുപാട് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ചെറുപ്പകാലം തൊട്ടേ കണ്ടുപൊട്ടാൻ പലതവണ വിളി കേട്ടിട്ടുണ്ട്. ഇവൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിൽ നിന്ന് പോലും അങ്ങനെ കേൾക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ അച്ഛൻ ചെയ്തത് എന്താണെന്നറിയാം, എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു. ഈ കാഴ്ചയില്ലാത്ത എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു. എന്നിട്ട് എന്നെ കണ്ടുപൊട്ടാൻ വിളിച്ച ആ മനുഷ്യന്റെ മുമ്പിലേക്ക് ഞാൻ ഒരു 1.5 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ആ വീട്ടിലേക്ക് കയറ്റി. അതാണ് എൻ്റെ അച്ഛൻ ചെയ്ത മധുരപ്രതികാരം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ പല ആൾക്കാരും കളിയാക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ പുറകിൽ നമ്മുടെ പാരൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ പോലെയുള്ള ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരു ധൈര്യം അതാണ്. ആയിക്കോട്ടെ, എന്നെ കുറ്റം പറഞ്ഞോട്ടെ, എന്നെ വഴക്ക് പറഞ്ഞോട്ടെ, പക്ഷെ എൻ്റെ അപ്പൻ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് പ്രശ്നങ്ങളും എൻ്റെ ധൈര്യം. അതുകൊണ്ട് എനിക്കറിയാം എൻ്റെ മോൾ ഒരു എന്തായാലും ഓരോ കുറവുകളുള്ളവരാണല്ലോ എല്ലാവരും. പക്ഷെ ആ കുറവുകളെ മികവുകളാക്കാൻ നിങ്ങൾ പാരൻസ് വിചാരിച്ചാൽ പറ്റും. നമ്മുടെ സ്മൃതി സ്കൂളിലെ ടീച്ചർമാർ എല്ലാവരും ഒരു സ്വന്തം മക്കളെ പോലെ തന്നെ നിന്ന് അവരെ കെയർ ചെയ്ത് അതിനെ കേപ്പബിളാക്കി മാറ്റും. അപ്പം ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു സംസാരിക്കാൻ അവസരം ഉണ്ടാക്കി തന്ന ഹിന്ദു ടീച്ചറിനും മറ്റ് സംഘടനകൾക്കും എല്ലാവർക്കും നന്ദി. ഇവിടെയുള്ള എല്ലാവരോടും നമസ്കാരം. താങ്ക് യു. ആ ധൈര്യം നിന്ന് അച്ഛനോട് കൂടി ഒന്ന് ജസ്റ്റ്